രക്തം കൊടുത്തും ചോര കൊടുത്തും 1000 പേരെ രക്തസാക്ഷികളാക്കിയുമാണ് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അല്ലാതെ മഹാരാജാവിൻ്റെ കാലം മുതൽ 1800 മുതൽ തുടങ്ങി ഈ 200 വർഷക്കാലത്തെ സാമൂഹ്യ പരിഷ്കരണ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടോ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല ഇവിടെ വിദ്യാഭ്യാസം വന്നത്. 1920കളിലെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ റിപ്പോർട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ പറയുന്നു. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവനൊന്നും ഒരു വിദ്യാഭ്യാസത്തിലൊന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ SNDPയോ SN ട്രസ്റ്റോ NSSോ ക്രിസ്തീയ വിശ്വാസികളോ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയോ രാജാക്കന്മാരോ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നേ. എന്തൊരു മണ്ടന്മാരാണ്. ഈ കോളേജെല്ലാം തുടങ്ങിയത് നമ്മളല്ലേ, മുഴുവൻ കോളേജുകളും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ഇത്ര മനോഹരമാക്കി റെഡിയാക്കി എടുത്തത് ആരാ? SFI അല്ലയോ? അതിൻ്റെ ശിവപ്രസാദ് ഇന്നലെ പറയണം, ഞങ്ങൾ ചോരയും നീരും കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത ഉന്നത വിദ്യാഭ്യാസത്തെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളുടെ മജ്ജയിലെയും മാംസത്തിലെയും രക്തം പോലെ ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ നിലനിർത്തും. ഹേ കുഞ്ഞുങ്ങളെ, കുട്ടികളെ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ കേരള സർവകലാശാലയിൽ ആകെയുള്ള 35,821 സീറ്റിൽ 21,847 പേരെ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്. 13,974 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. MG സർവകലാശാലയിലെ ആകെ സീറ്റിൻ്റെ 55,644, അതിൽ 25,292 അഡ്മിഷൻ, 30,000 പേരാണ്. പകുതിയിൽ കൂടുതൽ പേരാണ് മധ്യ തിരുവിതാംകൂറിലുള്ള MG സർവകലാശാലയിൽ. 30,352 പേരാണ് സീറ്റാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കാരണം മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളമായി കുട്ടികൾ പോയി പഠിക്കുന്നതും അവർ തിരിച്ചു വരാതിരിക്കുന്നതും. ഇതും കൂടി ഈ നേതാക്കൾ ഒന്ന്, ശിവപ്രസാദും ആദർശം, ഈ ആളുകളും എല്ലാം SFIയുടെ നേതാക്കളൊക്കെ ഇരുന്നൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. പഴയ SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ശിവൻകുട്ടി സാറ്. അദ്ദേഹത്തെ കൂടെ വിളിച്ച് മീറ്റിംഗിൽ ഇരുത്തി ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. കാലിക്കട്ട് സർവകലാശാലയും ഒട്ടും മോശമല്ല. 92,501 സീറ്റിൽ 59,935 സീറ്റ് നേടിയിട്ടുള്ളൂ. ബാക്കി 32,566 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. ആകെ പിന്നെ അതുപോലെ തന്നെ ബിരുദത്തിലെടുക്കുമ്പോൾ ഒഴിവുകളുടെ കണ്ണൂർ സർവകലാശാല എടുക്കുമ്പോൾ അതും എടുക്കണമല്ലോ. 23,149 സീറ്റിൽ 14,489 സീറ്റ് മാത്രമേ ഫില്ലായിട്ടുള്ളൂ. നമ്മളും കുറയ്ക്കാൻ പാടില്ല. അവിടെയും 8,660 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഏകദേശം 50,000-ഓളം സീറ്റാണ് നമ്മുടെ നാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അങ്ങനെ 50,000-ഓളം സീറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടാതെ കിടക്കുന്ന ഒരു സർവകലാശാലകൾ, 12 സർവകലാശാലയ്ക്ക് VC ഇല്ലാത്ത, സ്ഥിരമായി VC ഇല്ലാത്ത, താൽക്കാലിക VC മാത്രമുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസം എന്താണ് തള്ളിമറിക്കുന്നത്? ഭാരതാംബയെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടികളും സർക്കാരുമായിട്ട് ബഹളം ഉണ്ടാക്കട്ടെ. നിങ്ങൾ ഇവിടുത്തെ ക്യാമ്പസുകളുടെ കാര്യങ്ങൾ, ഈ RSS വൽക്കരണവും കാവ്യവൽക്കരണവും ഒക്കെ എതിർക്കാന്ന് പറയുന്നത് പൊളിറ്റിക്സുകാർ ചെയ്യട്ടെ. വിദ്യാർത്ഥികൾ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പരീക്ഷാ ഫീസ് കൂട്ടി നിങ്ങൾ വല്ല സമരവും ചെയ്തോ? എത്ര തവണയാണ് പരീക്ഷാ ഫീസ് കൂട്ടിയത്? നിങ്ങൾക്ക് പരീക്ഷ റിസൾട്ട് സമയത്ത് വരുന്നില്ല പല യൂണിവേഴ്സിറ്റികളിലും, നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടോ? പുതിയ കോഴ്സുകൾ തുടങ്ങുന്നില്ല, സമരം ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ രീതി? നിങ്ങൾ യാതൊരു ബന്ധവുമില്ലാത്ത, നിങ്ങളുമായി ഡയറക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയം എടുത്തുകൊണ്ട് വന്നിട്ട് ഉന്നത വിദ്യാഭ്യാസത്തെ ഞങ്ങൾ ചോരയും നീരും കൊടുത്ത് സംരക്ഷിക്കും മക്കളെ എന്ന് പറയുമ്പം കുറച്ച് ഒരു രീതിയൊക്കെ വേണം കേട്ടോ. ഇത് പറയുമ്പോൾ കുറച്ച് രീതിയൊക്കെ വേണം. എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിയ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തി പറയട്ടെ, നിങ്ങൾ ട്വിസ്റ്റ് ചെയ്തു പോയി, നിങ്ങൾ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയി. നിങ്ങൾ നേരിട്ട് വിദ്യാർത്ഥി പ്രശ്നങ്ങളിലേക്ക് വരിക. ക്യാമ്പസുകളിൽ നടക്കുന്ന മറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ലഹരിയുടെ പ്രശ്നങ്ങളോ ക്യാമ്പസിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതോ അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൂട്ടുന്നതിലോ, നമ്മൾ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ പരമാവധി ഇവിടുത്തെ കോഴ്സുകളിലേക്ക് നിലനിർത്തുന്നതിനോ, അങ്ങനെ പരമ്പരാഗത കോഴ്സുകൾ കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ പുതിയ കോഴ്സുകൾ തുടങ്ങിക്കുന്നതിനോ, നമ്മുടെ ഫാക്കൽറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനോ, കുട്ടികളുടെ സർഗവാസനകൾ വളർത്തിക്കൊണ്ടുവരുന്നതിനോ ഒക്കെ ഉള്ള മനോഹരമായ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അല്ലാതെ തള്ളിമറിക്കരുത്.